Hello Beauties, എല്ലാവർക്കും VUTUBERS ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഖില. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഹെയർ കട്ട് വീഡിയോ ആണ്. ഹെയർ കട്ട് വീഡിയോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും അല്ലേ, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഹെയർ കട്ട് ചെയ്തിരുന്നു. ആ വീഡിയോ എല്ലാവർക്കും ഓർമ്മ വരുമായിരിക്കും അല്ലേ. ആ വീഡിയോയ്ക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല കമൻസ് ആയിരുന്നു, നല്ല വ്യൂസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇതുപോലെ ഞങ്ങളുടെ ചാനലിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ലോക്ക്ഡൗൺ ടൈമിന് നിങ്ങൾ വീട്ടിൽ തന്നെ സേഫായിരിക്കുക. നിങ്ങളെല്ലാവരും വീട്ടിൽ സേഫായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ അത് തീർച്ചയായും കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ പാർലറോ അങ്ങനെയൊന്നും പോകാതെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് അടിപൊളിയായിട്ട് ലെയർ കട്ട് ചെയ്യാം എന്നാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് ഒരു കത്രിക, അതുപോലെ പിന്നെ ഒരു ബൺ, ഒരു ബൺ, പിന്നെ ഒരു കോം, പിന്നെ ഒരു അയണർ. കുറച്ച് സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കുമല്ലോ, അങ്ങനെയുള്ളവർക്ക് അയണർ യൂസ് ചെയ്യണമെന്നില്ല. ഈ ഇച്ചിരി കേളി ഹെയർ, അതായത് എൻ്റെ ടൈപ്പിലുള്ള ഹെയർ ഉണ്ടല്ലോ, ഇവർക്ക് ഇച്ചിരി അയണർ യൂസ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ അയണർ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റ് ലെവലിന് അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അയണർ യൂസ് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് അയണർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിങ്ങനെ കോമ്പ് കൊണ്ട് നല്ലപോലെ ഹെയർ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളുടെ ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഉച്ചയുടെ ഈ സെൻറ്റർ ഭാഗം നോക്കി നമ്മളുടെ ഈ ഹെയർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ 2 സെക്ഷനായിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഹെയറിനെ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ 2 സെക്ഷനായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഹെയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെ ഹെയർ ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് കേളായിട്ട് കിടക്കുന്ന അല്ലേ, കേളി ഹെയറാണ്. സോ ഞാൻ ഇതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അയൺ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനെ അയൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹെയറിനെ അയൺ ചെയ്തൊന്ന് ലൈറ്റാവുന്നു ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലുക്കിൽ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് ഞാൻ അങ്ങനെ സെൻറ്ററിലൊരു ലൈൻ എടുത്തിട്ടുണ്ടല്ലോ, ഇതുപോലെ ഞാൻ ബാക്കിലും സെയിം ആയിട്ട് ലൈൻ എടുത്ത് 2 ഹെയർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. ഇതിങ്ങനെ ചെയ്ത് നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടി കുറച്ച് ഈസി ആയിരിക്കും കേട്ടോ. ആക്ച്വലി ഞാൻ ഇതിന് മുമ്പ് ഹെയർ കട്ട് ചെയ്തതാണ് കേട്ടോ. ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഞാനായിട്ടേ ഒന്ന് ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് നന്നായിരുന്നു, നല്ല ഒരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഹെയർ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കിടക്കുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് നിങ്ങൾക്കും ഈ ഹെയർ സ്റ്റൈൽ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അതുപോലെ ഹസ്ബൻഡ് ചെയ്ത ഹെയർ കട്ടൊക്കെ കണ്ടിട്ട് എനിക്ക് വന്ന കമൻസ് ആണ് കേട്ടോ, ഇതുപോലത്തെ ഹെയർ കട്ട് വീഡിയോ ഒക്കെ ഇടണമെന്ന് പറഞ്ഞിട്ട്. സോ അതുകൊണ്ടാണ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ 2 സെക്ഷനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അയൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓൾറെഡി ഞാൻ ഇത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ജീപ്പാസിൻ്റെ അയണറാണ് കേട്ടോ. അടിപൊളി സാധനമാണ്, പെട്ടെന്ന് അയൺ ചെയ്തൊക്കെ കിട്ടും നമ്മുടെ ഹെയറൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അയൺ ചെയ്യാൻ അറിയില്ല എങ്കിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒത്തിരി ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ലൈറ്റാവുമ്പോൾ പറഞ്ഞു തരാം എങ്ങനെയാണ് അയൺ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു സെക്ഷൻ എടുക്കുകയാണ്. ആക്ച്വലി എനിക്കാണെങ്കിൽ നല്ല പോലെ അയൺ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. നല്ല ഇങ്ങനെ കമ്പി പോലെ ഹെയർ ഇങ്ങനെ കിടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഒരു ചെറിയൊരു വേവി ലുക്കിൽ കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ നല്ലപോലെ അയൺ ചെയ്യുന്നില്ല, ഒരു വേവി ലുക്ക് ഇത് അയൺ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇനി നല്ലപോലെ അയൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയൺ ചെയ്യുക, അത് നിങ്ങളുടെ ഒറ്റ ഇഷ്ടം. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള അയൺ ലുക്ക് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും കേട്ടോ നമുക്ക്. ബട്ട് എനിക്ക് അതിന് ടൈമും ഇല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് വിടുകയാണ്. ആ വേവി ലുക്ക് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് നിർത്തും കേട്ടോ. ഇപ്പോൾ ആ ചുരുക്ക് കുറച്ച് മാറി കുറച്ച് വേവി ലുക്ക് പോലെ വന്നില്ലേ,
ആ ഒരു ഇതാകുമ്പോൾ എനിക്ക് ഈസിയിൽ പണിയും തീരും. പിന്നെ എനിക്ക് ഈ ലുക്ക് കുറച്ച് നന്നായിരിക്കും കാണാൻ വേണ്ടി, അതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് കോംബോ ഉണ്ടെന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. അല്ല, ഏകദേശമൊക്കെ വന്നു കഴിഞ്ഞു ആ ഒരു വേവിൽ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വേവിൽ. ഈ രണ്ട് സൈഡിലെ ഡിഫറൻസ് കണ്ടോ? ഇത് കുറച്ചൊരു മാറ്റി ചുരുണ്ടിരിക്കും. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ്, തൊടാൻ നല്ല സോഫ്റ്റായി. ഓക്കെ, അതുപോലെ ഈ സൈഡും ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു വേവിൽ ഏകദേശം വന്നിട്ടുണ്ട്. കറക്റ്റാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹെയർ ഉണ്ടല്ലോ, നമ്മളിവിടെ ഇങ്ങനെ എല്ലാ ഹെയറും ഒരുമിച്ച് കൂട്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കുമല്ലോ അല്ലേ, അതുപോലെ നമ്മളെല്ലാ ഹെയറും വലിച്ച് നമ്മളുടെ ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മളിങ്ങനെ കെട്ടി വയ്ക്കണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഇങ്ങനെ എല്ലാം ചീന്തി എടുത്തിട്ട് ഇനി കെട്ടി വയ്ക്കാൻ വേണ്ടി പോകാം. ഇങ്ങനെ ഒരു ബണ്ണിട്ട് കെട്ടി വയ്ക്കാം. നമുക്ക് എത്ര ആവശ്യമാണോ, എത്ര ഹെയർ നമുക്ക് കട്ട് ചെയ്യണം, ആ ഒരു അളവിന് ഹെയർ ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ എനിക്കൊരു ഇത്രയും ഹെയർ മതിയാക്കും. ആണോ, അപ്പോൾ ഇത്രയും ഹെയർ കട്ട് ചെയ്ത് ആണോ, ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു അളവാണ്. സോ ഈ ഒരു അളവിന് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ആണോ, ഈ ഒരു 6 ഡയറക്ഷൻ ഉണ്ടോ, ഈ ഒരു അളവിന് ഇതിങ്ങനെ കട്ട് ചെയ്യും. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്ട്രെയിറ്റ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പിരിച്ചിടുമ്പോഴത്തേക്കും നമുക്കത് ഒരു ഭംഗി കാണത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനൊക്കെ. ഇനി ഇങ്ങനെ കട്ട് ചെയ്യാൻ കഷ്ടമെന്നുള്ളവർ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ ഈ ഡയറക്ഷനിലോട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അടിപൊളിയല്ലേ? നമ്മുടെ ഹെയർ ഇങ്ങനെ ലെയറായിട്ട് വരും. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒത്തിരി ഹെയർ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തല്ലോ അതുപോലെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് എടുത്ത് ചെയ്യുക. അപ്പോൾ എനിക്കാണെങ്കിൽ ഒത്തിരി ലെയർ വേണം അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഹെയർ കുറവാണ് കേട്ടോ, ഉള്ള് എനിക്ക് കുറവാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഉള്ള് ഉള്ളതുപോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഒരു 3 ലെയർ പോലെ എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി പോകും. ഓക്കെ, അപ്പോൾ ഒരു ലെയർ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് സെക്കൻഡ് ലെയറാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇവിടെ ഈ പ്ലേസിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ കാതിൻ്റെ ഈ പ്ലേസ് ഉണ്ട്, ഇവിടെ നിന്ന് ഒരു ലെയർ എടുക്കാൻ വേണ്ടി പോകാൻ.
ചെയ്തില്ല, ഈ ഹെയറിനെല്ലാം ഇവിടെ കൊണ്ടുവച്ച് കെട്ടുന്നത് അതുപോലെ ചെയ്യുക. Okay, the second layer. Okay. Next, third layer. അത് നമുക്ക് ഇതുപോലെ എടുക്കും. നമ്മളിപ്പോൾ കാതിൻ്റെ അടുത്ത് നിന്നല്ലേ എടുക്കും, അതിനൊക്കെ കുറച്ച് ഒക്കത്തില്ല എടുക്കുക. അപ്പോൾ ആ ലെയർ കഴിഞ്ഞു, തേർഡ് ലെയറും കഴിഞ്ഞു. നെക്സ്റ്റ് ഫോർത്ത് ലെയർ. ഫോർത്ത് ലെയർ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഈസിയാണ് കേട്ടോ. അതായത് നമ്മളുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സെക്ഷൻ എടുക്കുക. ഇത് ഇത്രയും മാത്രം മതി, അങ്ങോട്ടൊന്നും കൊടുക്കണ്ട. ഈ ഭാഗത്ത് നിന്ന് ഒരു ഇത്രയും സെക്ഷൻ ഒന്ന് എടുക്കണം. ഈ ഭാഗത്ത് ഇത്രയും സെക്ഷൻ ഒന്ന് എടുക്കാം. അതിനുശേഷം നല്ല ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കും. വലിച്ചു പിടിച്ചിട്ട് നമുക്കിങ്ങനെ കുറച്ച് കിട്ടുമല്ലോ, ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ആ ഒരു കട്ടിലെടുക്കുക. ആക്ച്വലി ഇതിന് മുമ്പ് ഹെയർ കട്ട് ചെയ്തിരുന്നു, കാരണം എൻ്റെ ഹെയർ ഇങ്ങനെ ലെങ്ത് കുറഞ്ഞതുപോലെ ഇരിക്കുന്ന ഇടയ്ക്ക് അങ്ങനെ ലെയർ കട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 4 ലെയർ കട്ട്. എനിക്ക് ഒത്തിരി ലെയർ നല്ല ഇഷ്ടമാണ് കേട്ടോ, അതാണ് ഞാൻ അങ്ങനെ വെച്ചു. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ സെക്ഷൻ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്ട്രെയിറ്റ് ആയിട്ട് സെക്ഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ എടുക്കുക. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തിടുക. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിങ്ങനെ പിരിച്ചു വിടുന്ന ടൈമിന് ഈ ഭാഗം വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരുമാതിരി വാല് പോലെ കിടക്കും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭാഗം വന്നിട്ട് ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്യും. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഹെയർ കട്ട് ഫിനിഷ്ഡ്.
കണ്ടല്ലോ ഹെയർ കട്ട് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് ഇപ്പോൾ ഒത്തിരി ടൈമുണ്ട്. നമ്മൾ പാർലറിൽ പോയപ്പോൾ കുറഞ്ഞതൊരു 500 എങ്കിലും അതിന് വേണ്ടി ചിലവാക്കേണ്ടി വരും. സോ അത്രയും കാശ് സേവ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സേഫായിരിക്കുക വീട്ടിൽ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ബൈ.